ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. പൈനാപ്പിൾ കൊണ്ടൊരു ഐസ്ക്രീം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ രുചികരമായ പൈനാപ്പിൾ ഐസ്ക്രീം തയ്യാറാക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 1.25 കിലോയുള്ളൊരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ പഴുത്ത പൈനാപ്പിളാണ്. അതുപോലെ നല്ല മധുരവും ഉണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കണം. ഞാൻ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. കാരണം പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടായിരുന്നു. മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കണം. അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നിങ്ങി അരിച്ചെടുക്കണം. അപ്പം നമ്മളൊരു അരിപ്പയിലേക്ക് അതൊഴിച്ച് നമുക്കൊന്നിത് അരിച്ചെടുക്കാം. ചെറിയ തരികളൊന്നും ഉണ്ടാവരുത്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അല്പം ഒന്ന് വറ്റിച്ചെടുക്കണം. ജാം പോലെ ആകരുത്. അതിന് തൊട്ട് മുമ്പ് നമുക്കിത് എടുത്താൽ മതി. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നല്ലതുപോലെ തണുത്തിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആ തണുത്ത പൈനാപ്പിളിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്പാച്ചില കൊണ്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്താലും മതി. അതൊന്ന് നല്ലതായിട്ട് ഞാനൊന്ന് ആ തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഈ പൈനാപ്പിൾ ഐസ്ക്രീം അധികം ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ വളരെ എളുപ്പമാണ്. പൈനാപ്പിൾ കിട്ടുമ്പം ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. 3 ഇൻഗ്രീഡിയൻസ് മതി. പൈനാപ്പിൾ, വിപ്പിംഗ് ക്രീം, പഞ്ചസാര. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒന്ന് ലെവലാവട്ടെ എന്നോർത്താണ്. ഇനി നമുക്കൊന്ന് അടച്ച് ഫ്രീസറിൽ വെക്കാം. ഞാനിത് രാത്രിയിലാണ് വെക്കുന്നത്. രാവിലെ ആകുമ്പം നല്ല ഐസ്ക്രീമായിട്ടിരിക്കും. അപ്പം രാവിലെയായി. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. കുട്ടികൾക്കൊക്കെ നിങ്ങളിതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തേ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇത്.